കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇത്രയും പറഞ്ഞത് PDP പ്രവർത്തകർക്ക് ആശങ്ക സൃഷ്ടിക്കാൻ വേണ്ടി പലതരത്തിലുള്ള വാർത്തകളും ഇനി വരും. എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകർ, നമ്മളെ അനുകൂലിക്കുന്ന മാധ്യമങ്ങളില്ല, അല്ലെങ്കിൽ നമ്മോട് നിഷ്പക്ഷത പുലർത്തുന്ന മാധ്യമങ്ങളില്ല എന്ന യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. ഈ കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി പൊന്നാനിയിൽ നിന്ന് വരെ ഒരു പൊന്നാനിക്കാരൻ MP ആയിട്ടില്ല. ഉണ്ടോ മക്കളെ? ഉണ്ടോ? ഇന്നുവരൊരു പൊന്നാനിക്കാരൻ MP ആയിട്ടുണ്ടോ? ഒരു MLA തന്നെ കുറ്റിപ്പുറത്തൊന്നും എവിടെ നിന്നൊക്കെ കൂടിയിട്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ MLA-മാര് മുമ്പുണ്ടായിട്ടുള്ളത് ഒഴിച്ചാൽ വലിയ വമ്പന്മാരെയൊക്കെ മൂക്കുകുത്തിച്ചുകൊണ്ട് ഒരു സാധാരണക്കാരന്റെ പ്രതിനിധി MLA ആകുന്നത് തന്നെ കുറ്റിപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ KT വിജയത്തോടുകൂടിയായിരുന്നു. നമുക്കറിയാം. ഇവിടെ ഇപ്പോ വിദ്യാസമ്പന്നനായ, മിടുക്കനായ, ചിന്തകനായ, സത്യസന്ധനായ, നിഷ്കളങ്കനായ ഒരു ചെറുപ്പക്കാരനെ നമ്മളൊക്കെ കൂടെ PDP എവിടെങ്കിലും പോയി ഗണിതം വെച്ച് കൊണ്ടുവന്നൊന്നുമല്ല, അങ്ങനെയൊക്കെ ചിലർ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. എല്ലാവരും കൂടി സ്വീകാര്യനായി കണ്ടെത്തിയ ആളാണ് നമ്മുടെ പ്രിയങ്കരനായ ഡോക്ടർ ഹുസൈൻ രണ്ടത്താനി. ഈ മണ്ണിൽ നിന്ന് ജാടയില്ലാത്ത ഒരാള്, കാര്യബോധമുള്ള ഒരാള്, വിവരമുള്ള ഒരാള്, പൊന്നാനിയുടെ മണ്ണിന്റെ ഉപ്പുരസമുള്ള ഒരാള് ഈ മണ്ണിൽ നിന്ന് പാർലമെന്റിലേക്ക് പോകണം മക്കളെ. അതാണ് ഹുസൈൻ രണ്ടത്താനി. നിങ്ങളൊക്കെ പോയിട്ട് വരുന്ന ഏപ്രിൽ 16-ാം തീയതി പോയിട്ട് അങ്ങ് വോട്ട് ചെയ്താൽ പോരാ. ഇന്നു മുതൽ ഒരു വലിയ യുദ്ധമുഖത്താണ് നമ്മളുള്ളത്. ശക്തമായിട്ട് നമ്മൾ രംഗത്ത് നിൽക്കണം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയുന്ന മുഴുവൻ വോട്ടുകളും നിങ്ങൾ ശേഖരിക്കണം. ഗൾഫിലുള്ള നിങ്ങളുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, സഹോദരന്മാരെ ഒക്കെ ഫോൺ ചെയ്തിട്ട് ഒരു ഷോർട്ട് ലീവിൽ നാട്ടിൽ വന്നിട്ട് വോട്ട് ചെയ്തിട്ട് പോകാൻ പറയണം. വരാൻ പറ്റാത്തവരോട് അവരുടെ ബന്ധുക്കളോട് നിർദ്ദേശം എടുപ്പിച്ചിട്ട് അവരുടെ വീടുകളിലെ വോട്ട്, അങ്ങനെ ഈ നാട്ടിലെ സാധാരണക്കാരന്റെ മൊത്തം വോട്ട്. സഖാവ് പിണറായി വിജയൻ എന്ന കേരളത്തിൽ നിന്ന്